ഏതാണ്ട് എല്ലാ ഏഷ്യൻ രാജ്യങ്ങളെയും കുറിച്ചുള്ള പൊതുവായ പ്രതിച്ഛായ അവർക്ക് തങ്ങളുടെ ജനങ്ങൾക്ക് മതിയായ സേവനം നൽകാൻ കഴിയുന്നില്ല എന്നതായിരുന്നു. എന്നാൽ 2014 ശേഷം ഇന്ത്യ പൊതുഭരണത്തിൽ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ ധാരണ തിരുത്തിക്കുറിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പരിവർത്തന സാധ്യതകളും സമൂഹത്തിലും സാമ്പത്തിക വ്യവസ്ഥയിലും അതിന്റെ സ്വാധീനവും ചർച്ച ചെയ്യുന്ന ജനറേറ്റീവ് AI കോൺക്ലേവിന് നാളെ കൊച്ചിയിൽ തുടക്കമാകും. കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി പി രാജീവ് കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിർമ്മിത ബുദ്ധി വ്യവസായങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന മുന്നേറ്റത്തിലെ സുപ്രധാന നാഴികക്കല്ലായി സമ്മേളനം മാറുമെന്നും പി രാജീവ് പറഞ്ഞു. രാവിലെ 10:15 മുഖ്യമന്ത്രി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. 2 ദിവസമാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജൻ AI ഇങ്ങനെയൊരു ഇന്റർനാഷണൽ കോൺക്ലേവ് നടത്തുന്നത്. ഇപ്പൊ കേരളം ഒരു വിജ്ഞാന അധിഷ്ഠിത സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. നോളേജ് സൊസൈറ്റി, അതുപോലെ നോളേജ് ബേസ്ഡ് ഇക്കണോമി. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് AI ബന്ധപ്പെട്ടിട്ടുള്ള ഈ കോൺക്ലേവിനെ സർക്കാർ കാണുന്നത്. IBM കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി 2 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജനറേറ്റീവ് AI കോൺക്ലേവാണ് കൊച്ചിയിൽ നടക്കുന്നതെന്നും കൊച്ചിയെ ജൻ AIയുടെ ഇന്ത്യയിലെ ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും IBM സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മൽ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്ത് മദർഷിപ്പിനെ സ്വീകരിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി